നേരിട്ട് കണ്ടിട്ട് വിശ്വസിച്ചാ മതി. നീ എങ്ങനെ കാണിച്ചു തരുമെന്ന? അതിന് ഒരു പൂജ ചെയ്യണം, മന്ത്രം ചൊല്ലണം. എന്നിട്ട് പരേതാത്മാവിനോട് വരാൻ പറയണം. വരും. മരിച്ചുപോയ എന്റെ അമ്മയെ നീ പൂജ ചെയ്ത് വരുത്തിയ? എന്റെ അമ്മയെ ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യാം, ജാസ്മിനെ വിവാഹം ചെയ്യാന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം. വാക്ക് മാറരുത്. വിശാലിനെ ഒരു വാക്കേ ഉള്ളൂ. എന്ന് വൈകിപ്പിക്കുന്നില്ല. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാ. പൂജ ചെയ്ത മരിച്ചു പോയൊരു വരുമത്രേ. അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി കൊന്നതാരാണെന്ന് ചോദിച്ചാ പോരെ? പോലീസിന്റെ പണി കുറഞ്ഞില്ലേ? അമ്മ പറഞ്ഞ മാത്രമല്ലേ നിങ്ങൾ വിശ്വസിക്കൂ? അമ്മ തന്നെ നിങ്ങളോടത് പറയും. ഇതൊക്കെ എന്തിനാ പാർവതി? ഇവിടെ ഇപ്പോ ആരൊക്കെയുണ്ട് ഗാർഗി? പറയേ. അതിപ്പോ നമ്മളൊക്കെ തന്നെ. അല്ല, നിങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്ത ഒരാളും കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്തൊരാളോ? അതാരാ? അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞ വിശാൽ സാറിനെ പോലെ ചെറിയമ്മയും ചിലപ്പോ അത് വിശ്വസിച്ചൊന്നും വരില്ല. പക്ഷേ കണ്ടാ വിശ്വസിക്കുമല്ലോ. മോനെ വിശാലേ, പാർവതി ഇതെന്താ ചെയ്യുന്നത്? മരിച്ചുപോയ എന്റെ അമ്മ ഇവിടെ നിൽപ്പുണ്ടെന്നാ പാർവതി പറയുന്നത്. ഗായത്രി ഇവിടെ ഉണ്ടെന്നോ? എവിടെ? അമ്മ, ഉദയനൊരമ്മ, ഞാൻ പറയുന്ന സത്യങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല. വിശാൽ സാറ് എന്നെ സംശയിക്കുന്നു. എല്ലാവരും സംശയിക്കുന്നു. എന്നിലെ ഇരുട്ട് മാറ്റി എന്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തന്നത് ഗായത്രി അമ്മയോ? ആ അമ്മയെ ഏറെ സ്നേഹിക്കുന്ന മകന് ഒന്ന് കാണാൻ കഴിഞ്ഞ ഈ വീടിന്റെ എല്ലാ കുഴപ്പങ്ങളും തീർന്ന് എല്ലാവർക്കും സമാധാനം കിട്ടും. അനുഗ്രഹിക്കണേ ദേവി, കനിവേകണേ ദേവി. വരും, തീർച്ചയായും വരും. ഗായത്രി അമ്മയെ എല്ലാവർക്കും കാണാൻ കഴിയും. ദൈവാനുഗ്രഹം എന്ന ഒന്ന്, നമ്മുടെ വിശ്വാസം എന്ന ഒന്ന്, അതിന്റെ ശക്തി എന്താണെന്ന് തെളിയുന്ന ദിവസമായിന്ന്. കർപ്പൂരം ഒഴിഞ്ഞ് മംഗളാരതി കാണിക്കൂ.
ഈ മംഗളാരതി തൊട്ടൊഴിയുന്നതിനായി, നമ്മളെ വന്ന് കാണുന്നതിനായും, നമ്മളെല്ലാവരും ഗായത്രിയമ്മയെ കാണുന്നതിനായും ഇപ്പോ ഇവിടെ ഗായത്രിയമ്മ തീർച്ചയായിട്ടും വരും. ഞാൻ കേറിയില്ല. അതെ, കിട്ടുന്ന വണ്ടിക്ക് കേറി തിരിച്ചു വയ്ക്കോ. ഞാൻ കാറിൽ കയറിയതേ ഇയാൾക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ഇത് തിരിച്ചു തരണമെങ്കിലേ നിങ്ങൾ എന്നെ കൊണ്ടുപോയേ പറ്റൂ. കയറ്. അങ്ങനെ വഴിക്ക് വാ. ഫോണിങ്ങത്, അർജന്റ് കോഴ്സ് വരാനുള്ളതാ. ഇത് ഞാൻ തിരിച്ചു തന്നാലേ നിങ്ങൾ എന്നെ സൂത്രത്തില് വഴിയിൽ ഇറക്കി വിടും. അതുകൊണ്ടേ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഞാനിത് തിരികെ തരൂ. അർജന്റ് കോഴ്സ് വരുമെന്ന് പറഞ്ഞില്ലേ? എവിടെയോ അമർത്തിയ ചെവി വെക്കാതെ തന്നെ സംസാരിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ സംസാരിച്ചാ മതി. വണ്ടി എടുക്ക്. ഏട്ടൻ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ എല്ലാ കാര്യത്തിലും കുറച്ച് തിടുക്കം കൂടുതലാ. ഒരു കാര്യം പ്ലാൻ ചെയ്താ അത് പെട്ടെന്ന് നടത്തിയെടുക്കണമെന്ന് വാശിയുള്ള ഒരാളാ. ഞാനിവിടെ വന്നത് എന്തിനാണെന്നൊക്കെ ഏട്ടൻ അറിയാം. കാര്യങ്ങൾ എന്തായെന്നറിയാൻ വേണ്ടിട്ട് വന്നതാ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാനാ? ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ചക്കകം വിവാഹം നടത്താനാകുമെന്ന് ആന്റിക്ക് ഉറപ്പുണ്ടോ? ഈ പ്രഭാവതി ഒരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. ആന്റി ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കും. പക്ഷേ കലവടയ്ക്കുന്നത് ആ മിണ്ടാപ്പൂച്ചയായിരിക്കും. എന്നുവെച്ചാ ഇത്രയും കാലമായിട്ടും ആ പാർവതിയെ ആന്റി ശരിക്കൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് സമ്മതിച്ചു.
എന്നിട്ട് ഓരോരോ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഒടുവിൽ വിശാലിനെ കൊണ്ട് തന്നെ അവൾ ആ പേപ്പേഴ്സ് കീറിക്കളഞ്ഞു. അതാണ് അവളുടെ മിടുക്ക്. ആന്റി ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ തന്നെ അത് പൊളിച്ചെടുക്കാനുള്ള വഴിയെ അവള് കണ്ടുപിടിച്ചിരിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെയും വിശാലിന്റെയും വിവാഹം ഒരാഴ്ചക്കുള്ളിൽ നടത്താൻ ആന്റി തീരുമാനിച്ചപ്പോ തന്നെ അത് മുടക്കാനുള്ള വഴിയൊക്കെ അവള് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മോളെ, മിണ്ടാപ്പൂച്ചയെ പോലെ നടന്നേ അവള് കാലം ഉടയ്ക്കോ ആന്റി. വിവാഹത്തിനുള്ള ദിവസവും മുഹൂർത്തവും ഒന്നുമല്ല നമ്മൾ ആദ്യം കാണേണ്ടത്. ആ പാർവതിയെ മുട്ടുകുത്തിക്കാനുള്ള വഴിയാ നമ്മൾ ആദ്യം നോക്കേണ്ടത്. കുറച്ചുകൂടെ ഒഴിക്കാൻഡി. ഇത് മതി മോളെ. അവള് കള്ളു കുടിച്ച് ഓഫായി പോയാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലല്ലോ. ആന്റിക്ക് അത് അറിയാത്തതുകൊണ്ടാ. കള്ളു കുടിക്കാത്തയാള് ഒരു പെഗ് കഴിച്ചാ എല്ലാവരോടും വലിയ സ്നേഹം കാണിക്കും. 2 പെഗ് കുടിച്ചാ ആള് നന്നായിട്ട് സംസാരിച്ചു തുടങ്ങും. 3ാമത്തെ പെഗ് ചെന്നാ അപ്പൂപ്പന്താടി പോലെയാവും. ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ആടി ആടി നടക്കും. അനാവശ്യമായിട്ട് സംസാരിക്കും. ആരെങ്കിലും തിരിച്ചു പറഞ്ഞാ അവരുടെ മെക്കിട്ട് കയറും. പാർവതി ആ അവസ്ഥയിലേക്ക് എത്തണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. ആന്റിങ്ങ തന്നെ. മതി മോളെ, മതി. ദാ. വെയിലത്ത് പറന്ന് നടന്നിട്ടായിരിക്കും നിനക്ക് ഈ തലകറക്കം. വെള്ളം കുടിക്കും. ഇനി വെയിലത്ത് എങ്ങോട്ടും പോണ്ട. എവിടേക്കെങ്കിലുമൊക്കെ പോണമെങ്കിൽ വെയില് താന്നിട്ടൊക്കെ പോയാ മതി. ഞങ്ങൾ കിളികൾക്ക് വെയിലും മഴയും മഞ്ഞൊന്നും പ്രശ്നമല്ല. ഇത് അതുകൊണ്ടൊന്നുമല്ല. മണിക്കുട്ടിന് എന്താ പറ്റിയേ? തല കറങ്ങുന്നുണ്ടത്ര. വെയിലത്ത് പോവരുതെന്ന് പറഞ്ഞപ്പോ എന്നെ പഠിപ്പിക്കാൻ വരുവോ? ഞാൻ നിന്നെ പഠിപ്പിച്ചതൊന്നുമല്ല ഗാർഗി. ഞങ്ങൾ കിളികൾക്ക് മനുഷ്യരെ പോലെ വീടുണ്ടോ? അതുകൊണ്ട് മഞ്ഞും മഴയും വെയിലും ഒക്കെ സഹിക്കാനുള്ള കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിനക്ക് എന്താ പറ്റിയത്? അത് പറ. ഞാനേ ആ വടക്കേ മുറ്റത്തെ ആര്യവേപ്പിന്റെ കൊമ്പിലിരിക്കുമായിരുന്നു. എവിടെന്നോ ഒരു നല്ല മണം വന്നു. ജാസ്മിന്റെ റൂമില് ഒരു ബൊക്കെയുണ്ട്. അതിന്റെ മണമായിരുന്നു. ആ മണം ഇഷ്ടപ്പെട്ടിട്ടേ ഞാൻ കുറച്ചു സമയം ആ ബൊക്കയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ തുടങ്ങിയ തലകറക്കമാ. മണി പറയുന്നത് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ പൂക്കൾക്ക് മണം കുറച്ച് കൂടുതലാ. അവൾ എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വിശാൽ സാറിനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒന്നിലും ഇടപെടാതെ വെറും കാഴ്ചക്കാരിയായി മാറി നിൽക്കല്ലേ. ആ കണ്ണാടിയില് ദേവമ്മ വന്നിരുന്നെങ്കിൽ ജാസ്മിനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുമായിരുന്നു. ദേവമ്മ വന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടരാൻ പാടില്ല എന്ന് ഈശ്വരന്മാര് പറയുന്നു. ജാസ്മിൻ അദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ പാടില്ല എന്ന് ദേവമ്മ പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഇല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജാസ്മിൻ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് തീരുമാനിക്കേണ്ടത് ദൈവമ്മ തന്നെയാ. അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ ശ്രമിച്ചതാ, പക്ഷെ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചത് ദേവമ്മ തന്നെയല്ലേ. ദേവമ്മ ഒന്നാ കണ്ണാടി വന്നിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. ദേവമ്മയുടെ ആഗ്രഹവും നടക്കുമായിരുന്നില്ലേ.
വിശാൽ ഇങ്ങോട്ടെങ്ങാനും വന്നാൽ പാർവതി അടിച്ച് വീലായിട്ട് കിടക്കുന്ന വിശാല് കാണേണ്ടി വരും. ആ കാഴ്ച വിശാല് കണ്ട അമ്മയുടെയും ജാസ്മിന്റെ കാര്യം കട്ടപ്പുക. വിശാലെ, പാർട്ടി തുടങ്ങാറായില്ലേ? നീ ഇതെങ്ങോട്ടാ? അല്ല, എന്റെ പഴയ റൂമിൽ ഒരു ഫയൽ ഇരിപ്പുണ്ട്. അത്യാവശ്യമായിട്ട് എടുത്തോണ്ട് വന്നിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കൊടുക്കണമായിരുന്നു. അത് ഞാൻ കൊടുത്തയച്ചോളാം. പാർട്ടിക്ക് എന്റെ 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. വിശാലെ പോയി അവരോടൊക്കെ ഒന്ന് സംസാരിക്കേ. ഇല്ലെങ്കിലേ നിനക്ക് വലിയ ജാടയാണെന്ന് പറയും. അല്ല, ഫയൽ എടുത്ത് കൊടുത്തിട്ട് പോയാൽ പോരെ? അത് ഞാൻ കൊടുത്തയച്ചോളാം എന്ന് പറഞ്ഞില്ലേ? നീ അങ്ങോട്ട് ചെല്ല്. അവരെ ഇപ്പൊ എന്നോട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ നീ ഭയങ്കര ജാടയാണെന്ന്. ചെല്ല് വിശാലെ, ചെല്ല്. പാട്ടൊക്കെ പിന്നെ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ഫയൽ ചോദിച്ചിട്ട് കുറെ നേരമായി. അത് ഞാനൊന്ന് കൊടുത്തേക്കട്ടെ? അത് ഞാൻ കൊടുത്തയച്ചല്ലോ. കൊടുത്തയച്ചോ? ആ, എപ്പോ? അത് പിന്നെ രാജേന്ദ്രന്റെ കയ്യിൽ അയാളെ കൊണ്ടുപോയെ. നീ ഇങ്ങോട്ട് വന്നേ. നിങ്ങളെ പാടാ. അല്ല, കള്ളും കുടിപ്പിച്ച് വിശാലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് പാർട്ടി കുളമാക്കാമെന്നൊക്കെ ആയിരുന്നു എന്റെ ഐഡിയ. ഞാനിപ്പോ എവിടെയാ? സ്റ്റാഫിന്റെ മുമ്പില് മാനം പോയതിന്റെ ദേഷ്യം അവൻ ഇവളോട് തീർക്കുമെന്നൊക്കെ ആയിരുന്നു എന്റെ കണക്കുകൂട്ടൽ. നീ ഒറ്റ ഒരാളാ അത് കുളവാക്കിയത്. സോറി ആന്റി, പറ്റിപ്പോയി. ഇവള് ഗായത്രിയമ്മയുടെ റൂമിലും കാണുന്നില്ലല്ലോ. ഇവളത് എവിടെ പോയി? ജാസ്മിന്റെ റൂമിൽ കൂടി നോക്കാം. പാർവതി, പാർവതി ഉണ്ടോ അവിടെ? ഗാർഗിയല്ലേ? പാർവതി, എന്റെ മെക്കിട്ട് കയറാൻ ഒരു കാര്യം നോക്കി നടക്കുക അവള്. ഇവളെ ഈ കോലത്തിൽ കണ്ട ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. വാതിൽ തുറക്ക്. എന്ത് ആന്റി? പാർവതി, വാതിൽ തുറന്നില്ലെങ്കിലും പ്രശ്നമോ? ഇവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി അവള് ബഹളം ഉണ്ടാക്കും. എല്ലാവരും കൂടി ഓടി വന്ന് വാതിൽ ചവിട്ടി പൊളിക്കും. പേടിക്കണ്ട ആന്റി, വഴിയുണ്ട്. വാ, പിടിക്കും. എന്താരും വാതിൽ ഓർക്കാത്ത? പാർവതി, 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 പാർവതി ഈ മുറിയിൽ ഇല്ലല്ലോ. ഈ വാതിൽ എന്താ തുറക്കാതിരുന്നേ? ആദ്യം ഞാൻ പിടിച്ച് തിരിച്ചു നോക്കിയപ്പോ തുറന്നില്ലല്ലോ. അവളത് എവിടെ പോയി? ഇനി ആരെങ്കിലുമൊക്കെ വരും. ഇവൾ ഈ അവസ്ഥയിൽ കാണുകയും ചെയ്യും. എനിക്ക് കള്ളുടിക്കുന്നവളെന്നൊരു ചീത്തപ്പേരുണ്ടല്ലോ. എന്നെയായിരിക്കും എല്ലാവരും സംശയിക്കുക. അതിന് വഴിയുണ്ട് മോളെ. പ്രതാപനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഓഫ് ആവുന്നതുവരെ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവൻ മേടിച്ചു വെച്ചതാ. ഇത് വെച്ചാ നിന്റെ കെട്ടവൻ കുറച്ചത്. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? എന്റെ വിശാൽ സാറിന്
എന്നോടുള്ള സ്നേഹത്തെ പറ്റി. വിശാൽ സാറേ, ഇവർക്കൊക്കെ വേണ്ടി ഒരു പാട്ട് പാട്. പാട്. ഗാർഗി, ഗാർഗി. ഗാർഗി എന്തിനാ വിളിക്കുന്നത്? ഗാർഗി ഒന്നും വിളിക്കണ്ട. വിശാൽ സാർ പാട്. പാട് വിശാൽ സാറ്. നീ അപ്പുറത്തേക്ക് ചെല്ല്. ഇല്ല, വിശാൽ സാറിന്റെ പാട്ട് കേട്ടിട്ടേ ഞാൻ പോവൂ. പാട് സാറേ. അളിയ നീ ഒന്ന് പാട്, ഇല്ലെങ്കിൽ അവളി പാർട്ടി അലമ്പാക്കും. പാടാൻ പറഞ്ഞില്ലേ വിശാൽ സാറേ? ആ പാടാം, നീ ഒന്ന് മിണ്ടാ നിക്ക്. പാട്. ഈ ഫീലിംഗേ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ബ്രോ. അതുകൊണ്ട് പാർവതി ഉണരുന്നതുവരെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ സുഖവും നിർവൃതിയും മതിയാവോളം അനുഭവിക്കട്ടെ ആ പാവം. ബ്രോ, ഒരു നല്ല ഭർത്താവിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിങ്ങളിലുണ്ട്. പാർവതിയുടെ ഭർത്താവാണെന്ന സത്യം ബ്രോ മനസ്സുകൊണ്ട് അംഗീകരിച്ച ഈ മുറിയിൽ സ്നേഹത്തിന്റെ പൂമ്പാറ്റകൾ പാറി പറന്ന് നടക്കാൻ തുടങ്ങും. എത്ര കൊടുത്താലും തീരാത്ത, എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. അത് സ്നേഹ. പിശുക്ക് കാണിക്കാതെ കൊടുക്കു ബ്രോ. ഏട്ടാ, ഞാൻ രണ്ടാം കെട്ടുകാരന് കെട്ടി ജീവിതം തുറച്ചു കളയുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? വിശാലിന്റെ ആസ്തി എത്രയാണെന്ന് അറിയോ ഏട്ടന്? അങ്കിളിന്റെ സ്വത്തിൽ നിന്ന് വിശാലിന് മാത്രം കിട്ടാൻ പോകുന്നതേ 100 കോടിക്കടുത്താ. 100 കോടിയോ? ഏട്ടന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? രണ്ടാം കെട്ടുകാരനെ കെട്ടാൻ മനസ്സില്ലെന്ന് ഞാൻ പറഞ്ഞാലേ എനിക്ക് പകരം വേറെ എത്രയോ പെൺകുട്ടികളെ ആന്റി കണ്ടെത്തും. വിശാലിന്റെ 100 കോടിയും എനിക്ക് വേണം. പക്ഷേ വിശാലിനെ എനിക്ക് വേണ്ട. അത് തന്നെയാ എന്റെ തീരുമാനം. ഏട്ടൻ പേടിക്കണ്ട. നീ ഒന്ന് തെളിച്ച് പറ. പറയാൻ മാത്രം ഒന്നുമില്ല ഏട്ടാ, വളരെ സിമ്പിൾ. വിശാലിന്റെ താലിക്ക് വേണ്ടി ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കുന്നു. ആ സ്വത്തുക്കൾ മുഴുവൻ എന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞ ഒരു തുള്ളി വിഷം ആ നാവിൽ ഒറ്റിച്ചു കൊടുത്തിട്ട് താലിയും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. നീ എന്റെ അനിയത്തിയാണെങ്കിലും ക്രിമിനൽ ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെയാ. സമ്മതിച്ചിരിക്കുന്നു. അത്രയ്ക്കൊന്നുമില്ല ഏട്ടാ, ഏട്ടനെ കണ്ടാ ഞാൻ പഠിച്ചത്. ക്രിമിനൽ ബുദ്ധിയുടെ കാര്യത്തിലേ ഏട്ടന്റെ 7 അയലത്ത് ഞാൻ എത്തില്ല. സാറോ? എനിക്കൊന്നും അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞില്ലേ? മദ്യപിച്ച ഉറങ്ങിപ്പോവും. കഴിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും. സാർ എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി പാർവതി മദ്യപിച്ചിരുന്നു. മദ്യം കലങ്ങിയ ജ്യൂസ് അവരെന്നെ കൊണ്ട് കുടിപ്പിച്ചത്. ജാസ്മിൻ എന്നോട് സ്നേഹം കാണിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. അല്ല, നിനക്കാരാ ഈ മദ്യം തന്നത്?
അത് ഇനി ഗാർഗിയുടെ അച്ഛമ്മയുടെ ഒക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നിന്നെ ഈ വീട്ടിലെ കാണാനേ ഇല്ല. പാർട്ടിയല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും വിചാരിച്ച് ഞാൻ അന്വേഷിച്ചില്ല. രാത്രിയായിട്ടും നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായപ്പോഴാ ഞാൻ വന്ന് നോക്കിയത്. വന്ന് നോക്കിയപ്പോ നീ എന്താ കണ്ടേ? അത് നിനക്കറിയില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല. പറയ് ഗാർഗി. നീ കള്ളം പറയുന്നതാ. ആ സമയത്ത് ഒരു പെണ്ണിന് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ? നീ ഉറക്കം നടിച്ച് ആസ്വദിച്ച് കിടക്കുമായിരുന്നു. ആസ്വദിച്ച് കിടക്കായിരുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിച്ച് പറയ് ഗാർഗി. ഞാൻ അന്വേഷിച്ചു വന്നപ്പോഴേ ഗായത്രിയമ്മയുടെ മുറിയില് നീ കിടക്കുമായിരുന്നു, വിശാൽ ബ്രോയുടെ ബെഡില്. പറ്റിപ്പോയതാ. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എഴുന്നേറ്റ ഉടനെ ഞാൻ അദ്ദേഹത്തോട് ക്ഷമയും പറഞ്ഞു. നിന്റെ അഭിനയം എന്റെ അടുത്ത് എടുക്കല്ലേ പാർവതി. പറ്റിപ്പോയതാത്ര. നീ പോലും അറിയാതെയാണോ നീ ആ റൂമിൽ പോയി കിടന്നത്? നീ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നോ? കയറി വന്നപ്പോ സത്യം പറഞ്ഞാ ഞാൻ ചമ്മിപ്പോയി. വിശാൽ ബ്രോയുടെ കൈയും ചേർത്ത് പിടിച്ച് ഉറങ്ങുമായിരുന്നു നീ. ഉറങ്ങുമല്ല, ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുമായിരുന്നു. വിശാൽ ബ്രോ നിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മുഖം ഒന്ന് കാണണമായിരുന്നു. പ്രണയം പൂത്തുലഞ്ഞ് കിടക്കുമായിരുന്നു ആ മുഖത്ത്. ഈശ്വര, അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ? അയ്യേ, നാണക്കേട്. പൂച്ച പാല് കുടിക്കുന്നത് പോലെ ആരും അറിയില്ലെന്നാ വിചാരം. കൊറേ പറയാനുണ്ട്, പിന്നെ പറയാം. ആ, നിനക്കേ ഒരു ഗസ്റ്റ് ഉണ്ട്, അത് പറയാനാ ഞാനിപ്പോ വന്നത്. നിന്റെ അനിയത്തി വന്നിട്ടുണ്ടെന്ന്. ആര്? പല്ലവിയോ? ആ, വന്നത്. ഒറ്റയ്ക്കോ? ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് വന്നെന്നോ? ഒറ്റയ്ക്കല്ല, വിശാലേട്ടന്റെ അനിയനില്ലേ വിപിൻ, അയാള് വീട്ടില് വന്നിരുന്നു. ചേച്ചി എവിടെ? അത് അയ്യേ, തൊഴുത്തു പോലെ ഉണ്ടല്ലോ. വൃത്തിയും മെനയില്ലാത്തതിനെയൊക്കെ വീട്ടിൽ കയറ്റിയാലുള്ള കുഴപ്പമായത്. അമ്മ, വീട്ടിൽ വന്നവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ല, പോരെ. ഇതൊക്കെ ഇങ്ങനെ ഇടാൻ പാടുണ്ടോ? ഇതൊരു വീടല്ലേ. ഇതെല്ലാം പെറുക്കി കളഞ്ഞേ. ഞാനോ? എനിക്ക് പറ്റില്ല. ഈ ചേച്ചിയോട് പറ. നിന്റെ വേസ്റ്റ് പെറുക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആരാന്നറിയോ നിനക്ക്? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ആദ്യമായിട്ടല്ലേ ചേച്ചിയെ കാണുന്നത്. പക്ഷേ ഞാൻ ആരാണെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ. ഈ വീട്ടിലെ മരുമകളുടെ അനിയത്തി. ഈ വീട്ടിലെ മരുമോളുടെ അനിയത്തിയാണെന്നോ? ഈ വീട്ടിലെ മരുമോൾ ആരാണെന്ന് അറിയോ നിനക്ക്? ജാസ്മിൻ, ഒന്ന് നിർത്തിക്കേ. ജാസ്മിനെ തടയേണ്ട വിശാൽ. ഈ വീട്ടിലെ മരുമോൾ ആരാണെന്ന് ഇവളറിയട്ടെ. ഇവളിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നീയും കണ്ടോണ്ട് നിന്നതല്ലേ. ഇവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയാണ്. അറിയോ അമ്മയ്ക്ക്? എങ്ങനെ അറിയാനാടാ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ? കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ മരുമകളാക്കുന്നതിന് പകരം അടുക്കളക്കാരിയാക്കി അവിടേക്ക് നടതള്ളിയില്ലേ ഇവള്? അങ്ങനെ ചെയ്ത കാര്യം ആൾക്കാരറിയുന്നത് വലിയ അഭിമാനമായിട്ടാ ഇവള് കണക്കാക്കിയിരുന്നത്. എന്റെ മോള് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിലേ അതായിരിക്കും സംഭവിക്കുക. അറിയോ നിനക്ക്? ഈ വീട്ടിലെ മരുമകൾ ആരാന്ന് അറിയോന്ന് നീ പല്ലവിയോട് ചോദിച്ചില്ലേ? അവള് പോയി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. നിന്റെ കഴുത്തിൽ എന്റെ താലി വീഴുന്നത് വരെ ഈ പാർവതി തന്നെയാ ഈ വീട്ടിലെ മരുമോള്.
പാർവതി മോളെ, നീ വാ. ഒരു ഭാര്യയും ഭർത്താവിന്റെ വിവാഹം നടത്തി കൊടുക്കില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. അതുപോലും ഉണ്ടോന്ന് സംശയം. എനിക്ക് വിശാൽ സാർ ആരാണെന്ന് എനിക്കും എന്റെ ഉദയനൊരമ്മയ്ക്കും അറിയാം. നീയും നിന്റെ ദേവിയും മാത്രം അറിഞ്ഞാൽ പോരല്ലോ, എനിക്കും അറിയണം. നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയണം. വിശാൽ സാറ് പറയ. കൂട്ടുകാരനല്ല, കൂട്ടുകാരനെ സാറേന്നൊന്നും വിളിക്കില്ല. ശമ്പളം തരുന്ന മുതലാളിയുമല്ല. കാരണം ഒരു ജോലിക്കാരിയും മുതലാളിയുടെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കില്ല. ഭർത്താവുമല്ല. കാരണം ഒരു ഭാര്യയും ഭർത്താവിന്റെ കല്യാണത്തിന് വേണ്ടി താലി പണിയിപ്പിക്കില്ല. നിന്റെ ജീവിതത്തിൽ എന്താ എന്റെ സ്ഥാനമെന്ന് അറിയണം. ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ സ്ഥാനമുണ്ട് വിശാൽ സാറിന് എന്റെ ജീവിതത്തിൽ. ആ സ്ഥാനത്തിന് ഒരു പേര് നിർബന്ധമാണ് എനിക്ക്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പറയും. എന്റെ ദൈവം. അരവിന്ദൻ സാറിന്റെ അനിയത്തിയുടെ ശ്രാദ്ധം ഇന്ന്. അരവിന്ദൻ സാറ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്കൊരു സാരി അയച്ചു തന്നിട്ടുണ്ട്. മരിച്ചുപോയ അനിയത്തിയുടെ സ്ഥാനത്താ സാർ എന്നെ കാണുന്നത്. അതുകൊണ്ടാ സാരിയൊക്കെ അയച്ചു തന്നെ. ഞാൻ ചെന്നില്ലെങ്കിൽ സാറിനത് വിഷമാവും. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അതിന് എന്റെ പെർമിഷൻ വേണോ നിനക്ക്? വേണം. വിശാൽ സാറ് അരുതെന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല, എന്റെ മരണം വരെ. അതിന് അയാളുടെ വീടറിയോ നിനക്ക്? ആ, സാരിയുടെ കൂടെ ഒരു എഴുത്തുണ്ടായിരുന്നു. അതില് വിലാസം എഴുതിയിട്ടുണ്ട്. അതല്ല, ആ വിലാസമൊക്കെ തപ്പിപ്പിടിച്ച് നീ ഒറ്റയ്ക്ക് പോവോ? എന്റെ കൂടെ വരാൻ ആരുമില്ലല്ലോ. നീ പോയി റെഡിയാവ, ഞാൻ വരാം. സാറ് എന്റെ കൂടെ? അത് വേണ്ട. ഇനി സാറ് എന്റെ കൂടെ വരാൻ പാടില്ല. അതെന്താ? ഭാര്യയാവാൻ പോകുന്ന കുട്ടിക്ക് അതിഷ്ടാവില്ല. എന്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഒരു പക്ഷേയില്ല. നീ പോയി റെഡിയാവ, വേഗം ചെല്ല്.